പാടിപ്പതിഞ്ഞ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ പത്മിനിയമ്മ എഴുന്നേറ്റിരിക്കും. പ്രായത്തിന്റെ അവശതകൾക്കിടയിലും പാട്ട് പത്മിനിയമ്മയ്ക്ക് ഒരു ആവേശമാണ്. പ്രായം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നോ? 100 വയസ്സ് തികഞ്ഞിരിക്കുന്നു പത്മിനിയമ്മയ്ക്ക്. ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന ജീവിതം. ഓർമ്മക്കുറവുണ്ട്, പക്ഷേ കേട്ടു ശീലിച്ച പാട്ടുകളൊന്നും മറക്കുന്നില്ല. പാട്ടുപാടി ചെറുപ്പകാലത്തേക്ക് തിരിച്ചു നടക്കുന്ന പത്മിനിയമ്മയ്ക്കൊപ്പം നമുക്കും കൂടാം കുറച്ചുനേരം. ആയിരം പാദസരങ്ങൾക്കിതുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അരിമ്പൂരിലൊരു വീട്ടിലാണ്. മറ്റൊന്നിനുമല്ല, പത്മിനി അമ്മൂമ്മയെ കാണാൻ വേണ്ടി. കാര്യം മറ്റൊന്നുമല്ല, 100 വയസ്സിലേക്ക് കടന്നിരിക്കുന്നു. അതുമല്ല കാര്യം, പാട്ടാണ് പത്മിനിയമ്മയുടെ ലഹരി. വായനയും പാട്ടും ജീവിതത്തിൽ വ്രതമാക്കി മാറ്റിയ പത്മിനി അമ്മൂമ്മയുമായിട്ടാണ് നാം ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അമ്മൂമ്മേ, എൻ്റെ പേര് ജെയ്സൺ, റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ്. അമ്മൂമ്മേനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അമ്മൂമ്മ പാട്ടുപാടും വായിക്കും, മക്കളൊക്കെ പറഞ്ഞു നന്നായിട്ട് പാട്ടുപാടും വായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം എത്ര വയസ്സായെന്ന് കുറിച്ച് ഓർമ്മയുണ്ടോ? 100 വയസ്സ്. 100 വർഷം ജീവിച്ചു. അത് വലിയൊരു ഭാഗ്യമാണ്. ഈ വായനയും പാട്ടൊക്കെ എങ്ങനെയാണ്? ചെറുപ്പം മുതലേ ഉണ്ടോ? അത് എങ്ങനെയാണ്? വലിയ ഇഷ്ടമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇഷ്ടമാണ് വായനയും കളിയും കയ്യോട്ടി കളിയും. അതൊക്കെ വലിയ സന്തോഷം. ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെ വല്ല ഓർമ്മയുണ്ടോ? വായന വായിക്കാറുണ്ട്. സാധാരണ എന്ത് കണ്ടാലും വായിക്കും. അതെന്ന കാര്യം. ഏത് പുസ്തകമാണ് കൂടുതൽ വായിച്ചിരിക്കുന്നത്? അങ്ങനെ വല്ല ഓർത്തെടുക്കാൻ പറ്റുമോ? ഇല്ല, കണ്ടതൊക്കെ വായിക്കും. അതന്നെ എൻ്റെ സ്വഭാവം. ഈ പാട്ടൊക്കെ എങ്ങനെയാ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്നത് തന്നെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പഴയ പാട്ടുകളും കൈക്കൊട്ടികളി പാട്ടും ഒക്കെ ഇഷ്ടം. ആയിരം പാദസരങ്ങൾക്കിതുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. വയലാറിന്റെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഈ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഇപ്പൊ നോവൽ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നോവല് എത്രയോ വായിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരന് എങ്ങനെയാ? പക്ഷെ അത് ഇപ്പോഴൊന്നുമില്ല, ഓർമ്മയ്ക്കല്ല. മറ്റത് കല്യാണം കഴിഞ്ഞിട്ട് അതിന് മുമ്പ് വേണ്ട നോവൽ വായിച്ചിട്ടുണ്ട്. പിന്നെ ഏതാന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ആരുടെ ആണെന്നോ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. വേറെ ഭക്തിഗാനമൊക്കെ എങ്ങനെയാ? ഭക്തിഗാനം ഓർമ്മയിലുടനെ പാടുവോ? മുടിയിങ്കൽ മയിൽ തീരെ പരിചോടു ചേർത്തു കെട്ടി കവിളോടു കൊഞ്ചിയാടും കാഞ്ചന കുണ്ടലങ്ങൾ. മക്കളേക്കും പാട്ട് പഠിപ്പിക്കും അങ്ങനെ എന്തെങ്കിലും അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പാട്ട് പഠിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ആഗ്രഹമായിരുന്നു. മക്കളെ പഠിപ്പിക്കാണ്ട് വലിയ വലിയ ആഗ്രഹമായിരുന്നു. അവര് പഠിച്ചില്ല? അങ്ങനെ ഉണ്ടായില്ല. പാട്ടായിട്ട് ആരും പഠിച്ചില്ല. 8 വരെയാ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അന്നൊന്നും ജോലിക്കൊന്നും നോക്കിയില്ല? പിന്നെ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു. എല്ലാം കൊണ്ടും സമ്പന്നാണ്. മക്കള് അതുപോലെ തന്നെ പാട്ട്, പിന്നെ വായന, എല്ലാം കൊണ്ടും ഈ 100 വർഷം പിന്നിടുമ്പോൾ വലിയ സന്തോഷത്തോടുള്ള ജീവിതമാണ്. അങ്ങനെ സന്തോഷമായിട്ടൊരു ജീവിതം നയിച്ചു. കൂടുതൽ പുസ്തകങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് അറിയോ? അല്ല, അന്ന് എങ്ങനെയാ വെച്ചാൽ ഇവിടെ അരിമ്പൂര് ഗ്രന്ഥശാലയിൽ അമ്മ പറയണ ആ കാലത്ത് ലൈബ്രറിയിൽ ഇനി ഒരു ബുക്കും ഇല്ല അത്ര. അപ്പം അച്ഛൻ കൃഷിക്കാരൻ, വലിയൊരു കൂട്ടുകുടുംബമാണ്. ഇപ്പം രാത്രി 12 മണിക്ക് വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് വായിക്കുന്നതാണ് അന്ന് പറയണത്. അങ്ങനെ അത്രയ്ക്ക് ക്രേസായിരുന്നു അന്ന് പുസ്തകത്തിന്. പകലൊന്നും സമയം കിട്ടില്ല, കുട്ടികളുണ്ട്, പ്രാരാബ്ദമുണ്ട്. പക്ഷേ രാത്രി ഇരുന്ന് വായിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കേൾക്കുന്ന അവിടെ ഒരു ബുക്കും ഇല്ല എന്ന് പറയും. ഇപ്പോൾ വീണ്ടും ഇപ്പം ഈ അടുത്ത കാലം 1 കൊല്ലം മുമ്പ് വരെ ഇപ്പം ഇത്തിരി ഓർമ്മക്കുറവുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞത് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പുസ്തകം കിട്ടുക, ഇവിടെ ഈ ജനലിക്ക് വന്ന് അവിടെ നിന്ന് വെയിൽ കിട്ടുക, അവിടെ ഇരുന്ന് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആച്ചാൽ 1 മണിയായിട്ട് എണീക്കുള്ളൂ. 9 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെക്കാൻ തോന്നില്ല എന്നുള്ളത്. ഏതായാലും അമ്മ എല്ലാം കൊണ്ടും സമ്പന്നയാണ്. മക്കളെ കൊണ്ട്, മരുമക്കളെ കൊണ്ട്, വായന കൊണ്ട്, പാട്ട് കൊണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നയായ അമ്മ
ഇപ്പോൾ 100 വർഷം പിന്നിടുകയാണ്. ഇനിയും വർഷങ്ങളോളം ഇതുപോലെ സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോട്ടിനൊപ്പം റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.